റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കറി ഐറ്റം ആണ്. വേറെ ഒന്നുമല്ല, ഗ്രീൻ പീസ് കറി. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അപ്പോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണല്ലേ, എന്ത് കറി ഉണ്ടാക്കുമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിന്റെയും ചപ്പാത്തിന്റെയും ഒപ്പം നല്ല കിഡിലൻ കോംബോ ആണ് കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ നോക്കാം എങ്ങനെയാണ് നല്ല കിഡിലൻ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ പാൻ ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചില സ്ഥലത്ത് ഗ്രീൻ പീസ് കറിക്ക് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കടുക് ചേർത്തിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കടുക് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സവാളയാണ്. അപ്പൊ ഞാനൊരു വലിപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകുകൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2-3 പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ചതച്ച് ചേർക്കുന്നില്ല, ഞാൻ അരിഞ്ഞാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ഏലക്കയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏലക്കയുടെ ഒരു ഫ്ലേവർ മുൻപിൽ വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കറിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇങ്ങനെ മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു 3 ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. അപ്പൊ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവോ കുരുമുളകിന്റെ ഫ്ലേവർ മുൻപിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മുൻപിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച മണവും ആ രുചിയൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ചു നേരം ഒന്ന് വഴച്ചെടുക്കണേ, അല്ലെങ്കിൽ ആ പച്ച മല്ലിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, മസാലയൊക്കെ ചേർത്തിട്ട്. അപ്പൊ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രീൻ പീസിനെ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 5 to 6 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ രാവിലെയാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് സോക്ക് ചെയ്തിട്ട് കിടന്നാൽ മതി. അപ്പൊ വൈകിട്ടാണ് വെക്കുന്നതെങ്കിൽ രാവിലെ എന്നുള്ള രീതിയിൽ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ സോക്ക് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ടിപ്പ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് ആണെങ്കിലും കടലയാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ അടച്ച് വെച്ചാൽ മതി. പക്ഷെ രുചി ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5-6 മണിക്കൂർ കുതിർത്തെടുക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഞാനിപ്പം കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ആണ് 1 കപ്പ്, കറക്റ്റ് 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് ഞാനിപ്പം കുക്കറിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 2 കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ആണ്. അപ്പൊ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മസാല ഇടുന്നതിന്റെ കൂട്ടത്തിലൊന്ന് വഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാൻ കരുതി എന്തായാലും നമ്മൾ വേവിച്ചെടുക്കാൻ പോകല്ലേ, അപ്പം പിന്നെ വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞാനിപ്പോൾ ഡയറക്റ്റ് ചേർക്കുവാണ്. ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ പൊട്ടറ്റോയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഉപ്പോട് ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കുക്കറിലായിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എക്സാക്ട് ഇപ്പൊ 4 വിസിലായപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു പരിപാടിയുടെ ബാക്കിയുണ്ട്, പാൽ ഒഴിക്കാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ ഞാനൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇളക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കുമല്ലോ, അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ പീസ് കറി? അടിപൊളിയായിട്ടില്ലേ? പാലൊക്കെ വെച്ചെടുത്തപ്പോഴത്തേക്കും നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല ഉഗ്ര ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.